ഓയിൽ ലീക്ക് ചെയ്ത് പുറത്തേക്ക് വരരുത്. അകത്ത് ഓയിൽ സർക്കുലേഷൻ ചെയ്യുമ്പോൾ ഓയിലിൻ്റെ ചൂട് നോക്കിയിട്ട് നമ്മുടെ നാനോനെ നല്ല മിസ്സിങ് ആണ് ഭയങ്കര. അപ്പോൾ മിസ്സിങ് ഞാൻ നോക്കി വന്നു കഴിഞ്ഞപ്പോൾ കാല് കൊടുക്കുമ്പോൾ മിസ്സിങ് ആണ്. അധികം ചൂടാണതിന് മുമ്പ് തന്നെ മിസ്സിങ് തുടങ്ങും. അപ്പോൾ നോർമലി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ തെർമോസ്റ്റാറ്റ് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തോന്നാം. അപ്പോൾ തെർമോസ്റ്റാറ്റ് മാറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. തെർമോസ്റ്റാറ്റ് ഇരിക്കുന്ന സ്ഥലം കണ്ട ഇവിടെ ബാക്കിൽ ഇതും സീറ്റ് അഴിച്ച് മാറ്റി കഴിഞ്ഞിട്ട് സീറ്റൊക്കെ ഇത് അഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ. സീറ്റ് അഴിച്ച് മാറ്റിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇവിടെ കൂടി കൈയിടുമ്പോൾ കാണുന്ന ഇതാണ് തെർമോസ്റ്റാറ്റ്. അപ്പോൾ ഞാൻ പുതിയ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ മാറ്റണം. അപ്പോൾ അത് മാറ്റാനുള്ള സ്പാനറൊന്നും ഇല്ല. ഇനി കടയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവന്മാർ നല്ല പൈസ മേടിക്കും. അതിന് നല്ലത് നമ്മൊരു സ്പാനർ മേടിച്ച് ഇത് രണ്ടും കൂടിയിട്ട് 260 രൂപ. ഈ സ്പാനർ കൊണ്ട് തന്നെ നമുക്ക് വീല് അഴിക്കുകയും ചെയ്യാം. വീൽ സ്പാനർ യൂസ് ചെയ്യാൻ ചെയ്യാം. ഈ ക്ലിപ്പ് അങ്ങോട്ട് ഊരിയിട്ട് നമുക്ക് തന്നെ മാറ്റാവുന്ന കാര്യമുള്ളത്. ഇതിൻ്റെ ക്ലിപ്പ് ഊരാൻ നേരത്ത് കറക്റ്റായിട്ട് നോക്കി ഊരണം. അതായത് ഈ ചെറിയ സാധനം ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ കയറ്റിയിട്ട് തിക്കിയിട്ട് പതുക്കെ പൊക്കി പിടിച്ചിട്ട് വേണം ഇത് ഊരിയെടുക്കാൻ. ആ ക്ലിപ്പ് ഊരണമെന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പിൽ കറക്റ്റായിട്ട് ഈ ഗ്യാപ്പിൽ സ്ക്രൂ ഡ്രൈവർ കയറ്റിയിട്ട് ഇങ്ങനെ തിക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലിപ്പ് അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങും. അങ്ങനെയാണ് അത് ഊരിയെടുക്കേണ്ടത്. അല്ല വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് വലിച്ചാലും പോരില്ല. ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് വലിച്ചാലും അത് പോരില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ കയറ്റിയിട്ട് വേണം അത് ഊരിയെടുക്കാനായിട്ട്. എന്നുണ്ടെങ്കിൽ അത് ഒടിഞ്ഞു പോകും. ഒടിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കുത്തി കയറ്റി വെച്ചാൽ മതി അവിടെ. അപ്പോൾ നമുക്ക് ഇതാണ് ഊരിയെടുക്കേണ്ടത്. അതിന് നമുക്ക് സ്പാനർ 19ൻ്റെ സ്പാനറാണ് വേണ്ടത്. 19 കണ്ടോ, 19ൻ്റെ റിംഗ് സ്പാനറാണ് വേണ്ടത്, മറ്റേ ബോക്സ് സ്പാനറാണ് വേണ്ടത്. അപ്പോൾ അതങ്ങോട്ട് ഇത് നീളമുള്ളത് മേടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഉപകാരമുണ്ടായി പോകും. കറക്റ്റ് നീളം അങ്ങനെ കിട്ടിയാലും കണ്ട ആ സ്പാനർ പറ്റിയ കറക്റ്റ് നീളത്തിലാണ് അത് പണിതിട്ടേക്കുന്നത്. എന്നിട്ട് അതിനൊരു ലിവറേജ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്പാനർ തൽക്കാലം എടുത്തിട്ട് ഇങ്ങനെ പിടിക്കാം. അപ്പോൾ ലിവറേജ് കിട്ടും. ഇട്ട് കൊടുത്തിട്ട് തിരിച്ചാൽ മതി. ഇത് വലിയ ടൈറ്റിൻ്റെ ആവശ്യമില്ല. അത് ഓൾറെഡി അവിടെ അതിനൊരു സ്ലീവ് ഉണ്ട്. അപ്പോൾ അതിന് വലിയ ടൈറ്റ് കൊടുത്ത് ടൈറ്റ് ചെയ്യേണ്ട സാധനമല്ല അത്. ഇതുപോലെയൊക്കെയായിട്ട് ഊരിയെടുക്കുക. ഇത് എൻജിൻ്റെ അകത്ത് ഓയിൽ സർക്കുലേഷൻ ചെയ്യുമ്പോൾ ഓയിലിൻ്റെ ചൂട് നോക്കിയിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ടെമ്പറേച്ചർ കാണിച്ചു തരുന്നത്. ഇത് കംപ്ലൈൻ്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ കറക്റ്റ് ആവില്ല. ഇതിന് ഓൾറെഡി ഒരു അലൂമിനിയം സ്ലീവ് തന്നെ ഉണ്ട്. അലൂമിനിയത്തിൻ്റെ ഒരു വാഷർ വന്നിട്ട് ഇവിടെ. അപ്പോൾ അതിന് പഴയതിനും ഉണ്ടോളാം. അപ്പോൾ വേണമെങ്കിൽ പഴയ എഴുത്തിടാം, അല്ലെങ്കിൽ പുതിയത് വന്നത് കറക്റ്റായിട്ട് ഇട്ടാൽ മതി. അതിൻ്റെ സീനൊന്നുമില്ല. അത് കറക്റ്റ് ടൈറ്റ് ആകുമ്പോൾ അത് കറക്റ്റ് സെൻറ്ററിൽ വന്നോളൂ. ഇപ്പോൾ ഇങ്ങനെ ലൂസായി കിടക്കണം നോക്കണ്ട. ആ ജസ്റ്റ് ആ സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് ചെയ്യണമെങ്കിൽ അവിടെ തിരിക്കുമ്പോൾ ആ പൊടി അകത്തേക്ക് കയറില്ല. അകത്തേക്ക് പൊടിയൊന്നും വീഴാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നേരെ എൻജിൻ്റെ ഉള്ളിലേക്കാണ് ആ പോണത്. അത് മറന്നു പോകരുത്. അപ്പം ഞാനുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. ഇതിലേക്കൊന്നും ആവശ്യമൊന്നുമില്ല. ഇതിനൊന്നും കടയിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ റീപ്ലേസ്മെൻറ്റ് സാധനങ്ങളാണ് മിക്കതും തന്നെ ഇതിനകത്തുള്ളത്. അത് ഈ ലിവർ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് തിരിച്ച് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓവർ ടൈറ്റ് ചെയ്യണ്ട. അതിൻ്റെ ആ വാഷർ ഓട്ടോമാറ്റിക് അത് ഫിറ്റ് ആയിക്കോളും. തമ്മിൽ ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ചെറിയൊരു പിടുത്തം അത് മതി. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ ലീക്ക് ചെയ്ത് പുറത്തേക്ക് വരരുത്. അതാണ് നമ്മുടെ ഉദ്ദേശം. എന്നിട്ട് അതിൻ്റെ ആ ക്ലിപ്പ് അങ്ങോട്ട് എടുത്ത് കുത്തി കൊടുക്കുക. ഇപ്പോൾ എഞ്ചിൻ ഭാഗമൊക്കെ എല്ലാം നമ്മുടെ എഞ്ചിൻ ഭാഗമൊക്കെ പക്കയാണ് ഇതിൻ്റെ. അതിനകത്ത് ഇനി പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് തകർന്നിരിക്കുന്നത്, എഞ്ചിൻ മൗണ്ട് തകർന്നിരിക്കുന്നത്. എഞ്ചിൻ മൗണ്ട് മാറ്റണം, എന്നാലേ ഇതിൻ്റെ അലൈൻമെൻറ്റൊക്കെ കറക്റ്റ് ആവുള്ളൂ. എഞ്ചിൻ്റെ അലൈൻമെൻറ്റൊക്കെ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അത് കൂടാണ്ട് നമുക്ക് ഇതൊക്കെ ഇതിൻ്റെ പ്ലഗൊക്കെ ഒന്ന് ഊരിയെടുത്തിട്ട് രണ്ടാമതൊന്ന് കുത്തിയാൽ മതി. ജസ്റ്റ് വെറുതെ ഒന്ന് ഊരിയെടുത്ത് രണ്ടാമത് കുത്തിയാൽ മതി. അപ്പോൾ അതിന് ചെറിയൊരു കണക്ഷൻ സിമ്പിളായിട്ട് കിട്ടും. കാരണം ക്ലാവ് ചെറുതായിട്ടെങ്കിലും ക്ലാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ഊരിയിട്ട് നൈസായിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പം തന്നെ ഒരുവിധം മിസ്സിങ്ങുള്ളതൊക്കെ മാറിക്കോളും. മിസ്സിങ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴെപ്പോഴും കടയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല.
പ്ലഗിൻ്റെ വയറൊന്ന് ഊരിയിട്ട് രണ്ടാമതൊന്ന് കുത്തി കൊടുക്കുക. എൻജിൻ ബോണറ്റ് തുറക്കുമ്പോൾ ഇതൊക്കെ എപ്പോഴും ചെയ്തേക്ക്. പിന്നെ കടകളിലേക്ക് ഓടേണ്ട ആവശ്യം വരില്ല. കാരണം ഈ വണ്ടിയൊക്കെ ഇട്ട് കടയിൽ ചെന്ന് കഴിഞ്ഞെങ്കിൽ വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞെങ്കിൽ ഇവന്മാരെന്താണ്ട് മറ്റേ ബെൻസ് മാത്രമേ പണിയുള്ളൂ എന്നുള്ള ഭാവമാണ് ഇവന്മാർക്ക്. പിന്നെ സ്വന്തമായിട്ട് ശരിയാക്കി എടുക്കാവുന്ന കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഈ വണ്ടിമേലൊക്കെ. ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ ഇതിൻ്റെ എൻജിൻ്റെ ബാക്കിലേക്ക് കവർ ഇടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ ലോക്ക് ഉണ്ട്, ഈ 2 ലോക്ക് കറക്റ്റായിട്ട് അടിയിൽ ഇതിൻ്റെ ഇവിടെ കറക്റ്റായിട്ട് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് അത് പ്രസ് ചെയ്ത് ആദ്യം ലെവലാക്കണം. എന്നിട്ട് മുകളിലത്തത് താഴത്തേക്ക് അമർത്തി കൊടുക്കണം. ഇത് ഊരാനും കഷ്ടപ്പാടായിരിക്കും. ആദ്യം തന്നെ മുകളിലത്തത് ഇവിടെ ഈ ഗ്യാപ്പിൽ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് വലിച്ച് ഊരണം. അതായത് സ്പാനർ നമ്മുടെ വലിയ സ്പാനർ ഏതെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് തിക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുള്ളൂ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഈ 3 ലോക്കുണ്ട്, സെൻറ്ററിൽ 4 ലോക്കുണ്ട് ഇതിന് വേണ്ട. അപ്പോൾ ഈ 4 ലോക്ക് വന്ന സ്ഥലത്തും ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഉണ്ട്. ആ ലോക്ക് വന്നതിൻ്റെ അവിടെ കട്ടിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കട്ടിങ്ങിൽ കറക്റ്റായിട്ട് സ്പാനർ ഇങ്ങനെ കയറ്റിയിട്ട് വേണം ഇങ്ങനെ തിക്കാനായിട്ട്. അപ്പോൾ തിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഊരിപ്പോരും. നല്ല ടൈറ്റ് ഉണ്ടാവും, നല്ല ടൈറ്റിൽ തന്നെ ചെയ്യണം.